നമ്മുടെ രാജ്യത്തെ 1-1.5% ഇടയ്ക്കുള്ള കുട്ടികളിൽ ഈ ഓട്ടിസം സംബന്ധമായ ഡിസോർഡേഴ്സ് ഉണ്ട് എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. 1 to 1.5% ചിൽഡ്രൻ ആർ അഫക്റ്റഡ് വിത്ത് സം സോർട്ട് ഓഫ് ഡിസോർഡർ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് ASD. അതുള്ളവരാണ് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനും, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയും ആ കാര്യത്തിലുണ്ടാവുകയുള്ളൂ. ഇത് നമ്മുടെ ആരുടെയോ അല്ലെങ്കിൽ അയൽപക്കത്തെയോ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല, നമുക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലെ ഒരു പ്രശ്നമാണെന്നുള്ളൊരു തിരിച്ചറിവും വളരെ അത്യാവശ്യമാണ്. ഞാൻ മനുഷ്യസ്നേഹിയായ രത്തൻ ടാറ്റയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ രംഗത്തേക്ക് ഉള്ള ചിന്ത വന്നതുപോലും. തൃശ്ശൂർ വെങ്ങനശ്ശേരിയിലെ അഡാപ്റ്റ് സൊസൈറ്റിയിലെ അനുമോദന ചടങ്ങാണ്, കോൺവൊക്കേഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങിയത് പോലും. അവിടെയുള്ള അമ്മമാരുടെ കണ്ണുനീര് കണ്ടപ്പോൾ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ പോയത്. അവരുടെ എല്ലാം ഒരു സങ്കടമെന്ന് പറയുന്നത്, ഈ കുട്ടികളെ ഇപ്പോൾ ഞങ്ങളുള്ളിടത്തോളം കാലം സുരക്ഷിതമായിട്ട് സന്തോഷമായിട്ട് ആ കുട്ടികൾ പോകും, ഞങ്ങൾക്ക് ശേഷം അവർക്ക് എന്ത് സംഭവിക്കും? അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയാലും ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അവരെ മനസ്സിലാക്കുന്ന, അതായത് ഓട്ടിസമുള്ള കുട്ടികളെ മനസ്സിലാക്കുന്ന, അവരെ അംഗീകരിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ ആദരിക്കുന്ന ഒരു സമൂഹം, അവരുടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രസ്ഥാനം, അവരുടെ കെയർ ഗീവേഴ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ കാര്യത്തിലുണ്ടാവും. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും സന്തോഷിക്കാം. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇവരെ പരിഗണിക്കാൻ, ഇവരെ തള്ളിക്കളയാതിരിക്കാൻ, അവഗണിക്കാതിരിക്കാൻ, പരിഗണിച്ച് ചേർത്ത് നിർത്തി കൊണ്ടുപോകാനായിട്ട് ഈ തുല്യദുഃഖിതരായ മാതാപിതാക്കന്മാരോ അല്ലെങ്കിൽ ഇവരെ മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനമോ ഒക്കെ ഉണ്ട് എന്നും, സമൂഹത്തിൽ ഇവർ പുറന്തള്ളപ്പെടില്ല എന്നും, സമൂഹത്തിൽ ഇപ്പോഴും അവർ വിലമതിക്കപ്പെടുമെന്നുള്ള ചിന്ത വന്നാൽ തന്നെ ആ കുടുംബങ്ങളിലുള്ളവർക്ക് വലിയ ആശ്വാസമാകും. അപ്പം ഈ കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ കെയർ ഗിവേഴ്സ്, പിന്നെ അവരെ ചേർത്ത് നിർത്താനുള്ള പ്രസ്ഥാനങ്ങൾ, അപ്പോൾ ചേർന്ന് നിൽക്കാൻ ആളുണ്ടെന്ന് കണ്ടാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ കുട്ടികളിലും ഇവരുടെ മാതാപിതാക്കളിലും ഇവരുടെ കുടുംബങ്ങളിലൊക്കെ വരും. നമുക്കതാണ് ചെയ്യാനുള്ളത്. വെങ്ങനശ്ശേരിയിൽ ഞാൻ ആ മാതാപിതാക്കന്മാരോട് പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. നമുക്ക് തണലിലേക്ക് മാറി നിൽക്കാൻ ആർക്കും കഴിയും. അതിന് പ്രത്യേകിച്ച് ഒരു ആവേശവും ആവശ്യമില്ല. നേരെ മറ്റൊരു തണലാകുവാനും തണലേകുവാനും കഴിയുക എന്നുള്ള ഒരു മനുഷ്യത്വമുണ്ട്. ആ മനുഷ്യത്വമാണ് നമ്മളെല്ലാവരിലും ഉണ്ടാവേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾക്കോ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കാണുന്ന ഇടങ്ങളിലേക്കോ നമുക്ക് ഒരു തണൽ വിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു കൈത്താങ്ങാവാൻ കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് മാറ്റം നമ്മിലും അവരിലും ഉണ്ടാകും. അവരിൽ മാറ്റം ഉണ്ടായാൽ തന്നെ അവരുടെ ചുറ്റുപാടുകളിലും മാറ്റമുണ്ട്, ഇക്കോസിസ്റ്റത്തിൽ മാറ്റം ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരും. ഈ കൈത്താങ് എന്ന് പറയുന്നത്, ഒരു കൈ താങ്ങിയത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അങ്ങനെ ഒരുപാട് കൈകൾ ഒരുമിച്ച് താങ്ങുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് കരുതുന്ന ഏത് ബുദ്ധിമുട്ടും നമുക്ക് തരണം ചെയ്യാനാവും സമൂഹത്തിൽ. അങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരുപാട് സംഘടനകൾ ഈ മേഖലകളിലും, അതുപോലെ ഈ നിന്ദിതരുടെയും ചൂഷിതരുടെയും പീഡിതരുടെയും അവശന്മാരുടെയും ആർത്തന്മാരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ, ആകാശപ്പറവുകളുടെ തുടങ്ങിയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളിൽ നമുക്ക് ഈ നല്ല സമൂഹത്തിൽ എന്താ പറയുക, കാര്യമായ വിസിബിലിറ്റി കിട്ടാത്ത NGOസിലേക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അവിടെയെല്ലാം നമുക്കൊന്നൊരു സന്ദർശനം ഇടയ്ക്കൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതാണ് മാനവികത. ഈ ടാറ്റയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കാരണം, അവർ ഈ കാര്യത്തിൽ ഒരു പേ ഔട്ടൻഷൻ, AUTENTION, ഔട്ടൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം തന്നെ അവർ ആരംഭിച്ചു. അതിൻ്റെ മോട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഡിഫറെൻറ്റ് മൈൻഡ് ഈസ് എ ഗിഫ്റ്റഡ് മൈൻഡ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ഡിഫറെൻറ്റ് മൈൻഡ് ഈസ് എ ഗിഫ്റ്റഡ് മൈൻഡ്. ഈ കുട്ടികൾക്കൊക്കെ നല്ലൊരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഡിഫറെൻ്റ് ആണ്, നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അത് ഒരു ഗിഫ്റ്റ് തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനാവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയും ചെയ്യാനാവും. നമ്മിലെ അനാവശ്യമായി പാഴാക്കി കളയുന്ന സമയവും ഊർജവും ധനവും, 3 കാര്യങ്ങൾ നമുക്ക് ഈ നല്ല രീതിയിലേക്ക് വഴി തിരിച്ചുവിടാനാവും. അങ്ങനെ വഴി തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു മനുഷ്യത്വം നമ്മളെല്ലാവരിലും ഉണ്ടാവട്ടെ. ഒന്ന് കണ്ണ് ഓടിച്ച് നോക്കിയാൽ മതി. അവനവനിലേക്ക് കണ്ണു നട്ടെത്തിക്കാതെ അവരിലേക്കും ചുറ്റുപാടുമുള്ളവരിലേക്കും ചുറ്റുപാടുമുള്ളവയിലേക്കും ഒന്ന് കണ്ണോടിക്കുവാനായിട്ട് ഇത്തരം ചിന്തകൾ സഹായമാവട്ടെ. അവിടെ കണ്ണ് തടയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മിലെ മനുഷ്യൻ ഉണരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.